നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാനിരിക്കെ വാർത്താമാധ്യമങ്ങളെല്ലാം വലിച്ച ചർച്ചകളാണ്. 8.5 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. 8ാം പ്രതി നടൻ ദിലീപ് നടി കാവ്യ മാധവനുണ്ടായ വിവാഹേതര ബന്ധം തന്നെ ഭാര്യ മഞ്ജു വാര്യരെ അതിജീവിത അറിയിച്ചതാണ് കുറ്റകൃത്യത്തിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ദിലീപ്, കാവ്യ മാധവൻ, അതിജീവിത, മഞ്ജു വാര്യർ എന്നിവരെ അടുത്തറിയുന്നവരിൽ നിന്ന് നേരത്തെ മൊഴിയെടുത്തതാണ്. ഇതിലൊരാളാണ് ഗായിക റിമി ടോമി. 2017 ചാനലുകളിലൂടെ പുറത്തുവന്ന മൊഴിയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. 2002 മീശ മാധവ് എന്ന സിനിമയുടെ ഭാഗമാണ് ഞാൻ ദിലീപിനെ പരിചയപ്പെടുന്നത്. ആ സിനിമ റിലീസ് ചെയ്യും മുമ്പ് ആ വർഷം തന്നെ ഞാൻ ദിലീപേട്ടനും കാവ്യ മാധവനും യൂറോപ്പിലൊരു ട്രിപ്പ് പോയിട്ടുണ്ട്. 2004 UAE ദുബായ് ഷോയിലും ഞാൻ പങ്കെടുത്തിരുന്നു. 2010 ദിലീപേട്ടൻ, കാവ്യ മാധവൻ, ആക്രമിക്കപ്പെട്ട നടി നാദിർഷ എന്നിവരുടെ ദിലീപ് ഷോയും ഞാൻ അമേരിക്കയിൽ പോയി. ആ സമയത്ത് കാവ്യയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. കാവ്യേച്ചിയുടെ അച്ഛനും അമ്മയും വളരെ സ്ട്രിക്റ്റ് ആയതിനാൽ അവർക്ക് തമ്മിൽ കൂട്ടിക്കാഴ്ച അവസരം ലഭിച്ചിരുന്നില്ല. അമേരിക്കയിൽ താമസിച്ചിടങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മുറികളായിരുന്നു. ഷോ തീർന്ന അവസാന ദിവസം രാത്രി കാവ്യ മാധവൻ ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെ സ്ലീപ്പ് ഓവറിന് മാതാപിതാക്കളുടെ സമ്മതം വാങ്ങി വന്നു. ഞാനും അവിടെ ഉണ്ടായിരുന്നു. രാത്രി ഏകദേശം 1 മണിയോടെ ദിലീപേട്ടനും ഞങ്ങളുടെ മുറിയിലെത്തി. കാവ്യ മാധവനും ദിലീപേട്ടനും ഒരുമിച്ച് ബാത്റൂമിൽ പോയി. കുറച്ചു കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. 2012 ഫെബ്രുവരി 12 മഞ്ജു ചേച്ചിയും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും കൂടി ആക്രമിക്കപ്പെട്ട നടിയുടെ വീട്ടിൽ ചെല്ലുകയും ദിലീപേട്ടനും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട നടിയോട് സംസാരിച്ചതിനെക്കുറിച്ചും എനിക്കറിയാം. അമേരിക്കൻ ട്രിപ്പിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നടി മഞ്ജു ചേച്ചിയോട് പറഞ്ഞു. ഇതിനുശേഷം ആക്രമിക്കപ്പെട്ട നടി എന്നെ വിളിച്ച് മഞ്ജു ചേച്ചിയോട് എല്ലാം തുറന്നു പറഞ്ഞുവെന്നും ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. മഞ്ജു ചേച്ചി എന്നെ വിളിച്ചിരുന്നു. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് റിമി ടോമിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. നടി ആക്രമിക്കുന്ന കേസിൽ വിവരം കാവ്യയെ വിളിച്ചതിനെക്കുറിച്ചും റിമി ടോമി സംസാരിക്കുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ടത് TV ചാനലിലൂടെയാണ് അറിഞ്ഞത്. രാവിലെ 9 മണിയോടെ ഞാൻ കാവ്യയെ വിളിച്ചു. വാർത്തയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ആദ്യമായി കേൾക്കുന്നതിൻ്റെ നടുക്കമോ ആകാംക്ഷയോ കാവ്യയ്ക്ക് പ്രതികരണത്തിലുണ്ടായിരുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തിരുന്നു എന്നാണ് റിമി നൽകിയ മൊഴിയിൽ പറയുന്നത്. റിമി പറഞ്ഞത് പ്രകാരം 2010 ദിലീപും കാവ്യയും തമ്മിൽ അടുപ്പമുണ്ട്. ആ കാലഘട്ടത്തിൽ മഞ്ജു കാവ്യയ്ക്ക് കരിയർ ഉൾപ്പെടെ പിന്തുണ നൽകിയിരുന്നു. 2011 കാവ്യ ഗദ്ദാമ എന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. അന്ന് ഈ ചിത്രത്തിലെ കാവ്യയുടെ പ്രകടനത്തെ അഭിനന്ദിച്ച് മഞ്ജുവും സംയുക്ത വർമ്മയും സംസാരിച്ചിരുന്നു. ഇവർ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യുകയും കാവ്യയുടെ അഭിനയത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. വലിയ വഞ്ചനയാണ് മഞ്ജു വാര്യർ വിവാഹ ജീവിതത്തിൽ നേരിട്ടതെന്ന് നടിയുടെ ആരാധകർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.